ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേന് ഫ്രീഡം ഓഫ് ചോയ്സ്. ഞാൻ കഴിഞ്ഞ പല വീഡിയോയുടെയും കമന്റുകളിൽ കാണുന്ന ഒരു ശ്രദ്ധേയമായ കമന്റാണ്, ഇതെന്റെ ചോയ്സ് അല്ലേ, നീ എന്തിനാണ് അതിനെ ചോദ്യം ചെയ്യുന്നത്, നിനക്ക് വേണ്ടെന്ന് തോന്നി ഇട്ടിട്ട് പോയി. അതത്ര നിസ്സാരമായിരുന്നില്ല ഇട്ടിട്ട് പോകുന്നത്. ഇപ്പോഴും ഞാൻ അതിന്റെ പല ഭവിഷ്യത്തുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐസൊലേഷൻ, എനിക്കെതിരെയുള്ള കുറച്ച് വെറുപ്പുകൾ, കാര്യങ്ങൾ, ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് അത്ര പറയുന്ന പോലെ അങ്ങ് എളുപ്പമല്ല. ഒരു വിശ്വാസി ആകുന്നതുകൊണ്ട് എളുപ്പമല്ല. അവിശ്വാസിയായി അത് സൊസൈറ്റിയിൽ ഓപ്പൺലി പറഞ്ഞ് പുറത്തേക്ക് വരിക എന്നുള്ളത്. എനിവേ, അതോടെ ഇരിക്കട്ടെ. ചോയ്സ് എന്താണ്? ചോയ്സ് എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണ വളർച്ച എത്തിയ വ്യക്തി ഈ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തമായി വിവരങ്ങളെ വിശകലനം ചെയ്യാനും അതിൽ നിന്ന് സ്വമേധയാ എന്ത് വേണം എന്ന് അയാൾക്ക് തെരഞ്ഞെടുക്കാനും ഉള്ള കഴിവിൽ അയാൾ എടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെയാണ് ചോയ്സ് എന്ന് പറയുന്നത്. ഈ പറയുന്ന വിശ്വാസികൾ എത്ര പേർക്ക് ഈ ചോയ്സിലൂടെ വിശ്വാസത്തിൽ എത്തി എന്നാണ് എൻ്റെ ഒരു സംശയം. ഞാൻ ഈ കമന്റുകളൊക്കെ നോക്കിയ സമയത്ത് എനിക്ക് തോന്നുന്നു, നമ്മുടെ ഈ ഹാർപ്പിക്കിന്റെ പരസ്യത്തിലൊക്കെ പറയുന്നതുകൊണ്ട് 99.99% കീടാണുക്കൾ എന്ന് പറയുന്നതുകൊണ്ട് 99.99% വിശ്വാസികളും അവരുടെ തലമുറകളായി ഇതേ വിശ്വാസം പിൻപറ്റി വന്നവരായിരിക്കും. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ പള്ളിയിലെ വിശ്വാസികളെ ഒന്ന് എടുത്തു വെച്ച് നോക്കുക. അവസാനത്തെ ഒരു വർഷത്തെ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരാളെ പോലും എടുത്തു പറയാൻ കാണത്തില്ല. ഒരു 5 വർഷവും വേണ്ട, പോട്ടെ, ഒരു 10 വർഷം എടുക്കുക. എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര അന്യമത വിശ്വാസികൾ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ടെന്നൊരു കണക്കെടുത്ത് നോക്കുക. അതേ മറിച്ച് മൊത്തം വിശ്വാസികൾ എടുത്തു നോക്കിയിട്ട് ഇതിൽ എത്ര പേർ തലമുറകളായി ഇതേ വിശ്വാസത്തിൽ നിൽക്കുന്നു എന്നും നോക്കുക. ആ ഒരു വ്യത്യാസം മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എത്ര പേര് ചോയ്സോടുകൂടി വന്നു, എത്ര പേര് ഇൻഡോക്ട്രിനേറ്റഡ് ആയിട്ട് ഈ ഒരു സാധനത്തിന് മേൽ പെറ്റ് പ്രസവിച്ച് അതിലേക്ക് തന്നെ ഇങ്ങനെ ഇടപെട്ട് മറ്റു വിശ്വാസങ്ങളിലേക്ക് ഒരു എക്സ്പോഷർ ഇല്ലാതെ അതിൽ തന്നെ ഇങ്ങനെ തുടർന്നു പോകുന്നു. എന്നിട്ട് അവർ വന്നിട്ട് പറയുകയാണ് ഇതെന്റെ ചോയ്സ് ആണ്. എവിടെയാണ് നിങ്ങൾക്ക് ഈ ചോയ്സ് ഉള്ളത്? അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. എവിടെയാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടിയത്? നിങ്ങൾ ജനിച്ചു, ഒരു സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേന് സൺഡേ സ്കൂളിൽ കൊണ്ടാക്കി, കൊച്ചിലെ തൊട്ട് ഈ സാധനം പഠിക്കുന്നു. സ്കൂളിൽ ചെല്ലുമ്പോഴത്തേനും ഞാൻ മതങ്ങളെക്കുറിച്ച് പഠിച്ചങ്ങ് മറിച്ചു എന്ന് പലരും പറയാറുണ്ട്. എന്താണ് മതങ്ങളെക്കുറിച്ച് നമ്മളുടെ ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? റിലീജിയൻ എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ പറ്റും, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു ഇത്രയും പാരഗ്രാഫ് ആണ്. പിന്നെ ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു പാരഗ്രാഫാണ്. ഇതിൽ എവിടെയാണ് നിങ്ങൾ മറ്റു മതങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്? പിന്നെ നിങ്ങൾ ഓൾറെഡി കൊച്ചിലേ തൊട്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ് ബാക്കി സാധനം എല്ലാം തെറ്റാണ്, നമ്മുടെ ദൈവം മാത്രമാണ് പൊളി, അതുകൊണ്ട് ഇത് മാത്രമേ ഫോളോ ചെയ്യുക, മറ്റതെല്ലാം ജാതികളാണ്, ദോഷമാണ്, പാവമാണ് എന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന നിങ്ങൾ എങ്ങനെ ഇൻഡിവിജ്വലി ബയാസ്ഡ് അല്ലാതെ ഒരു ചോയ്സ് എടുക്കാൻ കഴിയും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷെ ഞാനിത് പറയുന്നത് ഇതിൽ തന്നെ ജനിച്ചു വളർന്ന് തലമുറകളായി ഇതിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചാണ്. വളരെ ചുരുക്കം, നമ്മൾ ഈ 99.99 പറയുന്നതിൽ 0.09% വിശ്വാസികൾ വരാറുണ്ട്. അവരിപ്പോൾ പ്രായപൂർത്തിയായതിനു ശേഷം ചിലപ്പോൾ 28 വയസ്സിലായിരിക്കാം, ചിലപ്പോൾ 30 വയസ്സിലായിരിക്കാം, ചിലപ്പോൾ 40 വയസ്സിലായിരിക്കാം. ഇതുപോലുള്ള ഇവരുടെ സുവിശേഷ യോഗങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയും ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഓക്കെ അവർക്കൊരു രസകരമായ ഒരു കഥയാണെന്ന് തോന്നി അവർക്ക് അത് കൺവിൻസ് ആകുമ്പോഴത്തേന് അവരിതിലേക്ക് വരാനുണ്ട്. അവരെ കുറിച്ചേ അല്ല ഞാനിത് പറയുന്നത്. അവര് ഈ വിശ്വാസി സമൂഹത്തിന്റെ വളരെ ചുരുക്കമാണ്, വളരെ ചുരുക്കം ശതമാനം മാത്രമേ അങ്ങനെയുള്ളവരുള്ളൂ. അപ്പോൾ അവരെ കുറിച്ചേ അല്ല ഞാനീ പറയുന്നത്. മറ്റുള്ള ഈ ചോയ്സ് എന്ന് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിൽ ആലോചിക്കേണ്ട കാര്യമുണ്ട്, എനിക്ക് ചോയ്സ് ഉണ്ടായിരുന്നോ? എന്ത് ചോയ്സാണ് ഞാൻ എടുത്തത്? അതോ വീട്ടുകാർ എനിക്കായിട്ട് അങ്ങ് ചൂസ് ചെയ്ത് എന്നെ ഇതിനകത്തിട്ട് വറുത്ത് പൊരിച്ചെടുത്ത് ചിപ്സായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം അടുത്ത പ്രാവശ്യം കമന്റ് ഇടുമ്പോൾ ഇങ്ങനത്തെ കമന്റുകൾ ഇടാൻ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എൻ്റെ ചോയ്സാണ്. നിങ്ങൾ തലമുറകളായി തുടർന്നു വരുന്ന ഒരു വിശ്വാസമാണെങ്കിൽ യു നെവർ ഹാഡ് എ ചോയ്സ്, യു നെവർ ടുക്ക് എ ചോയ്സ്. മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനോ പഠിക്കാനോ നിങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ പെട്ടുകിടക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇനി മേലാൽ എൻ്റെ ചോയ്സ്, എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞ് വരരുത്. മണ്ടത്തരമാണ്. ശരിയെന്ന്. താങ്ക് യു.